ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൊത്തീനെ ഞായർ, വലിയ നോമ്പിലെ ഒന്നാം ഞായറാഴ്ച, കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. ഞായർ വൈകുന്നേരം മുതൽ വലിയ നോമ്പിലെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു. ഞായർ അസ്തമിക്കുന്ന സന്ധ്യ, നോമ്പിലെ തിങ്കളാഴ്ച സന്ധ്യാപ്രാർത്ഥന. പേത്രത്ത ആഘോഷത്തിനു ശേഷം പാതിരാത്രി പ്രാർത്ഥനയോടെ നോമ്പിൻ്റെ വർജനയും ഉപവാസവും ആരംഭിക്കുന്നു. വലിയ നോമ്പിലെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും പകുതി നോമ്പിൻ്റെ ബുധനാഴ്ചയിലും 40-ാം വെള്ളിയാഴ്ചയിലും പെസഹ വ്യാഴാഴ്ചയും മാറാനായ പെരുന്നാളുകളിലും ഉപവാസവും 40 കുമ്പിടിയിലും ഇല്ല. തിങ്കളാഴ്ച 6-ാം മണി അഥവാ ഉച്ചനമസ്കാരത്തിനു ശേഷം വലിയ നോമ്പിലെ പ്രവേശന കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശുബുക്കോനോ അഥവാ അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നു. 40 കുമ്പിടിയിലും രമ്യതയുടെയും അനുരഞ്ജനത്തിൻ്റെയും അടയാളമായ സമാധാനം നൽകലും ഈ ശുശ്രൂഷയുടെ അനന്യതയാണ്. നോമ്പ് തുടങ്ങുന്ന ഞായറും അവസാനിക്കുന്ന ഞായറും നോമ്പിൻ്റെ ചിട്ടകളിൽ നിന്നും വിമുക്തമാണ്. 18 ആഘോഷങ്ങളുടെ സമാപനമാണ് പേത്രത്ത. ഇത് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. പേത്രത്ത, പെത്രാത്ത, പേതുർത്ത, പത്തിറൂത്ത. പേത്രത്ത അവസാന പെരുന്നാളാണ്. ആഘോഷങ്ങളോട് വിട പറയുന്ന ദിനം. സുറിയാനിയിലെ പുത്തർ എന്ന ധാതുവിൽ നിന്നാണ് പേത്രത്ത എന്ന വാക്കുണ്ടായത്. അവസാനിച്ചു, മുഴുവനായി എന്നൊക്കെയാണ് പുത്തർ എന്നതിനർത്ഥം. പാത്തോറോത്ത, പത്തിറൂത്ത എന്ന വാക്കിന് പോക്ക്, കടന്നുപോവുക, തിരികെ വരിക, അവസാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആഘോഷങ്ങളുടെ അവസാനിപ്പിക്കൽ ദിവസമായ പേത്രത്തയ്ക്ക് വർജനം, മാംസവർജനം, മാംസാദികളുടെ വർജനം, നിവർത്തനം, വിടപറച്ചിൽ, അവസാനിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. പേത്രത്ത എന്ന സുഭിക്ഷമായ ഭക്ഷണത്തോടെ സുഭിക്ഷമായ ഭക്ഷണരീതി അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഇതിനെ വിടപറയൽ പെരുന്നാൾ അഥവാ അവസാന പെരുന്നാൾ എന്ന് വിളിക്കുന്നു. കാർണയും ലെവാരെ അർത്ഥം ഇറച്ചി മാറ്റി വയ്ക്കുക. യൂറോപ്പിലെ കാർണവാലെ അർത്ഥം മാംസമേ വിട എന്നാണ്. പാറേമാക്കൽ ഗോവർണദോർ 1785 എഴുതിയ വർത്തമാന പുസ്തകത്തിൽ പെത്രാത്ത എന്ന പദപ്രയോഗം കാണാം. പേത്രത്ത ഞായർ എന്നും കൊത്തീനെ ഞായർ എന്നും കാനായിലെ കല്യാണ വിരുന്നിനെ അനുസ്മരിപ്പിക്കുന്ന ഞായറാഴ്ച എന്നും വലിയ നോമ്പിലെ ആദ്യ ഞായറാഴ്ച അറിയപ്പെടുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവീനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല.
എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ നടന്ന വിവാഹ വിരുന്ന് സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ. യഹൂദരുടെ ശുദ്ധീകരണ ആചരണ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 6 കൽഭരണികൾ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കേണ്ട കൽഭരണികളാണ്. കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കേണ്ടുന്ന വെള്ളം. യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ പ്രഥമ അടയാളമാണ് ഈ അത്ഭുതം. നവദമ്പതിമാർ ആരെന്ന് വെളിപ്പെടുത്താത്ത വിവാഹ വിരുന്ന്. യേശുവും അമ്മയും യേശു ശിഷ്യന്മാരും പരിചാരകരും കലവറക്കാരനും നിറഞ്ഞു നിൽക്കുന്ന വിവാഹ ആഘോഷം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങൾ. കാനായിലെ സാംസ്കാരിക കൂട്ടായ്മ. ഗ്രാമം ഭവനത്തിലെത്തുന്ന കൗതുക കാഴ്ച. 3-ാം ദിവസം എന്ന പ്രയോഗം വിവാഹ വിരുന്ന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താൻ നിശ്ചയിച്ച ഇടമായിരുന്നു എന്ന ധ്വനി നൽകുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം തിരുവചനം. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ദിനമാണ്. ഹീബ്രുവിൽ ഷലോസ് എന്നും ഗ്രീക്കിൽ ത്രേയിസ് എന്നും സുറിയാനിയിൽ തിലോത്ത് എന്നും വിളിക്കപ്പെടുന്ന 3 എന്ന സംഖ്യ 7 ശേഷം പൂർണ്ണതയെ സൂചിപ്പിക്കുവാനായി ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള പ്രതീകമാണ്. വിശുദ്ധമായ ഒരു സംഖ്യയാണ്. നോഹയുടെ 3 മക്കൾ, അബ്രാഹത്തിൻ്റെ 3 അതിഥികൾ, ജോബിൻ്റെ 3 പെൺമക്കളും 3 സുഹൃത്തുക്കളും, ഭക്ഷണത്തിനുള്ള മാവിൻ്റെ അളവ് 3 ഇടങ്ങഴി, 300 പേരുള്ള 3 സൈനിക ഗണം, സന്ധിയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലുമുള്ള 3 നേരത്തെ അനുദിന പ്രാർത്ഥന, ശാമുവേലിനെ 3 പ്രാവശ്യം വിളിക്കുന്ന ദൈവം, ഏലിയ ബാലൻ്റെ മേൽ കിടന്ന് 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിക്കുന്നു, ദൈവാലയത്തിൻ്റെ 3 വാതിൽ കാവൽക്കാർ, യേശുവിൻ്റെ പ്രലോഭനങ്ങൾ 3, ഗെത്സമനയിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന യേശു, പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നു, 3 പ്രാവശ്യം പത്രോസിന് ദൈവദർശനമുണ്ടാകുന്നു. പൗലോസ്ലീഹായുടെ പുണ്യത്രയം, സ്നേഹം, വിശ്വാസം, പ്രത്യാശ. സംഖ്യാപുസ്തകത്തിൽ പുരോഹിതൻ 3 പ്രാവശ്യം ആശീർവദിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലും വെളിപാട് പുസ്തകത്തിലും സെറാഫുകൾ 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന് ആലപിക്കുന്നു. പരിശുദ്ധ തൃത്വം, ത്രിയേക ദൈവം, വിശുദ്ധ കുർബാനയിലെ ത്രൈശുദ്ധ കീർത്തനം എന്നിങ്ങനെ 3 ദൈവിക വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണസംഖ്യയാണ്. ക്രൈസ്തവ വിവാഹ വിരുന്ന് ക്രിസ്തു വെളിപ്പെടുന്ന ഇടമാകണം. അമിത ആരവങ്ങളും ആഘോഷങ്ങളും പേക്കൂത്തുകളും
വിവാഹ വിരുന്നിലെ ക്രിസ്തു സാന്നിധ്യത്തെ നശിപ്പിക്കരുത്. ഗലീലയിലെ കാന പഴയ നിയമത്തിൽ അജ്ഞാതമായ ദേശം. യേശു പങ്കെടുത്ത വിവാഹ വിരുന്ന് നടന്ന സ്ഥലം, വെള്ളം വീഞ്ഞായി മാറിയ സ്ഥലം. യോഹന്നാൻ 4-ാം അധ്യായം 46-ാം തിരുവചനം. യേശു വീണ്ടും സന്ദർശിച്ച സ്ഥലം, നഥാനിയേലിൻ്റെ ജന്മസ്ഥലം. പരസ്യജീവിതത്തിലെ ആദ്യ അത്ഭുതം യേശു പ്രവർത്തിച്ച ഈ കാന നസറേത്തിന് 5 മൈൽ വടക്കുള്ള കെഫർ കെന്നായാണെന്നും അല്ല, നസറേത്തിന് 9 മൈൽ വടക്കുള്ള കിബർത്ത് ഖ്വാന ആണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. യേശു സാന്നിധ്യത്തിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ച സ്ഥലമാണ് ഗലീലയിലെ കാന. വിവാഹ വിരുന്ന് മെശിഹാ രാജ്യത്തിലെ സമൃദ്ധിയും സന്തോഷവും ചിത്രീകരിക്കുന്ന പഴയ നിയമ പ്രതീകമാണ് വിവാഹ വിരുന്ന്. യാവേയും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രതീകമാണിത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. മിശിഹായുടെ കാലം വിവാഹ വിരുന്നിന് തുല്യമാണെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. മിശിഹായുടെ വരവോടുകൂടി ആരംഭിച്ച മിശിഹാ യുഗത്തിലെ ആനന്ദത്തെയും സൗഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് വിവാഹ വിരുന്ന്. കാനായിലെ വിവാഹ വിരുന്നിൽ നവദമ്പതികളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. യേശു വരനായും സഭ വധുവായും പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ചിത്രീകരിക്കുന്നു. യുഗാന്ത്യത്തിലെ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം വർണ്ണിക്കുന്നു. സഭയാകുന്ന വധു മണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. യുഗാന്ത്യത്തിൽ യാവേ എല്ലാ ജനതകൾക്കും വേണ്ടി സിയോനിൽ ഒരു വിരുന്നൊരുക്കുമെന്ന് യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. വിരുന്നിൽ വീഞ്ഞു കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രഥമ സ്ഥാനമുണ്ടായിരുന്നു. ദൈവരാജ്യത്തെ പലപ്പോഴും വിരുന്നിനോടാണ് യേശു സദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. വിരുന്ന് വിവാഹബന്ധത്തെ, സ്നേഹബന്ധത്തെയും പരസ്പര കടമയെയും സൂചിപ്പിക്കുന്നു. വിവാഹ ഉടമ്പടിയിൽ വിരുന്ന് പ്രതീകാത്മകമാണ്. യേശുവിൻ്റെ അമ്മ വിവാഹ ഭവനത്തിൽ യേശുവിനും ശിഷ്യന്മാർക്കുമായി ഒരുക്കുന്ന വിരുന്ന്. പരിശുദ്ധ മറിയം ഈ വിവാഹ വിരുന്നിനെ തൻ്റെ മധ്യസ്ഥതയുടെ വേദിയാക്കുന്നു. കാനായിലെ വിവാഹ വിരുന്ന് മിശിഹാ കേന്ദ്രീകൃതമാണ്. കുറവുകളെ നിറവുകളാക്കുന്ന ദൈവിക സാന്നിധ്യം, പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുന്ന സൃഷ്ടാവിൻ്റെ സാന്നിധ്യം. യേശുവിനെ കാത്തിരുന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന അപേക്ഷ ഉണർത്തുന്ന മറിയം. വിവാഹ ഭവനത്തിന് ഇല്ലാത്തത് നൽകുന്ന യേശു. യേശുവിനെ കാത്തിരിക്കുന്ന ഭവനത്തിൻ്റെ കുറവിനെ നികത്താനുള്ള മറിയത്തിൻ്റെ ഉത്സുകത. യേശു പ്രവേശിക്കുന്ന ഭവനത്തിന് ഉണ്ടാകുന്ന ദൈവരാജ്യ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് വീഞ്ഞ്. യേശു പ്രവേശിക്കുന്ന ഭവനത്തിൽ അമ്മയും ശിഷ്യന്മാരും ഉണ്ട്. യായീൻ എന്ന് ഹീബ്രുവിലും ഓയിനോസ് എന്ന് ഗ്രീക്കിലും അറിയപ്പെടുന്ന വീഞ്ഞ് വളരെ പുരാതന കാലം മുതലേ മധ്യപൂർവ്വ ദേശങ്ങളിലെ ഒരു വിശിഷ്ട പാനീയമായിരുന്നു. മുന്തിരി കൃഷി ഒരു പ്രധാന ഉപജീവന മാർഗമായിരുന്നു. 140-ലധികം പ്രാവശ്യം വിശുദ്ധ ബൈബിൾ വീഞ്ഞിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹയുടെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്ന ഉൽപ്പത്തി പുസ്തകം കർത്താവിൻ്റെ വിശിഷ്ട ദാനമാണ്, കണ്ണിന് അഴകേറിയ മുന്തിരിച്ചാറ് എന്ന് സൂചിപ്പിക്കുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യജീവൻ പോലെയാണെന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നു. മുന്തിരിച്ചക്കിൽ ആട്ടിയെടുത്ത മുന്തിരിച്ചാറ് പുളിപ്പിക്കുന്നതിനായി പുതിയ തോൽക്കുടങ്ങളിലാണ് ശേഖരിച്ചിരുന്നത്. വീഞ്ഞ് സമൃദ്ധിയുടെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-ാം തിരുവചനം. ഇസ്രായേൽക്കാരുടെ ബലികളിലും കാഴ്ചകളിലും വീഞ്ഞിന് ഉന്നത സ്ഥാനമുണ്ടായിരുന്നു. യവനകാലത്ത് വീഞ്ഞെടുത്ത് നൈവേദ്യമായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴുക്കിയിരുന്നു.
പെസഹ ഭക്ഷണവേളയിൽ വീഞ്ഞ് ഉപയോഗിക്കേണ്ട ക്രമവിധികൾ മിഷ്നായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഷ്ന യഹൂദ വാചിക നിയമങ്ങളുടെ ആദ്യത്തെ ക്രോഡീകരണമാണ്. റബൈനിക സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി. 6 ശ്രേണികളിലായി 63 നിബന്ധനകളുടെ സമാഹാരം. 531 അധ്യായങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ദാനവും സമൃദ്ധിയുടെ സൂചനയും ദൈവരാജ്യത്തിൻ്റെ അടയാളവുമാണ് വീഞ്ഞ്. വീഞ്ഞ് ഉന്മാദത്തിനുള്ളതായിരുന്നില്ല. വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകുന്നതിന് പകരം പരിശുദ്ധാത്മാവിൽ നിറയാൻ പൗലോസ്ലീഹ ഉപദേശിക്കുന്നുണ്ട്. റോമാക്കാർക്കുള്ള ലേഖനം 14-ാം അധ്യായം 21-ാം തിരുവചനം. വീഞ്ഞു കുടിച്ച് സഹോദരന് ഇടർച്ചയ്ക്ക് കാരണമാകരുത് എന്ന താക്കീത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ വിളമ്പിയ വീഞ്ഞ് മേൽത്തരം മുന്തിരിച്ചാറാണ്. ഒരു പ്രദേശത്തിൻ്റെ ഫലപുഷ്ടി നിശ്ചയിച്ചിരുന്നത് മുന്തിരി കൃഷിയെ അടിസ്ഥാനമാക്കിയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മുന്തിരിച്ചെടിയുടെ കുറ്റിയൊഴികെ ബാക്കിയെല്ലാം വെട്ടി നീക്കിയിരുന്നു. കൂടുതൽ മധുരിക്കുന്ന നല്ല പഴങ്ങൾ കായ്ക്കുന്നതിനാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. പഴയ നിയമത്തിൽ മുന്തിരിച്ചെടി ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. ഇസ്രായേൽ ഒരു കാട്ടുമുന്തിരിയായി തീർന്നിരിക്കുന്നുവെന്ന് ജെറമിയ പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. വെട്ടിയൊരുക്കാത്ത മുന്തിരിച്ചെടി കമർപ്പ് കലർന്ന കാട്ടുമുന്തിരിപ്പഴമാണ് നൽകിയിരുന്നത്. അവ വീഞ്ഞുണ്ടാക്കുന്നതിന് ഉപയോഗിച്ചിരുന്നില്ല. വിവാഹ വിരുന്നിൽ യേശു നൽകുന്ന മേൽത്തരം വീഞ്ഞ് വെട്ടിയൊരുക്കപ്പെട്ട പുതിയ ഇസ്രായേലായ സഭയുടെ ദൈവരാജ്യ ഫലസമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം യേശുവിനെ യഥാർത്ഥ മുന്തിരിച്ചെടിയായി ചിത്രീകരിക്കുന്നു. യേശു ശിഷ്യർ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഫലസമൃദ്ധമായ ശാഖകളാണ്. യേശു ഉള്ള ഭവനം ദൈവരാജ്യത്തിലെ മേൽത്തരം വീഞ്ഞ് ആസ്വദിക്കും. സ്ത്രീയെ എന്ന യേശുവിൻ്റെ അഭിസംബോധന സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിലെ ദൈവിക വാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നു. പഴയ നിയമ ഹവ്വായെ പ്രലോഭിപ്പിക്കുന്ന സർപ്പം പാപത്തിൻ്റെ പ്രതീകമാണ്. പുതിയ നിയമ ഹവ്വ എന്ന സ്ത്രീ ജന്മം നൽകിയ യേശു എന്ന രക്ഷകൻ പാപത്തിൻ്റെ തല തകർക്കുന്ന രക്ഷാകര ബലിയാണ്. കാനായിൽ മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്ന യേശു കാൽവറിയിൽ രക്ഷാകര ചരിത്രത്തിലെ ഈ സ്ത്രീയെ അമ്മ എന്ന് വെളിപ്പെടുത്തുന്നു. കാന അടയാളങ്ങളുടെ ആരംഭവും കാൽവറി അടയാളങ്ങളുടെ പൂർത്തീകരണവുമാണ്. യേശു കാനായിലെ അത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയ തൻ്റെ മഹത്വം പൂർത്തിയാക്കുന്നത് കാൽവറിയിൽ പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുമാണ്. എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. എല്ലാ അടയാളങ്ങളും യേശുവിൻ്റെ മൗക്തീകരണത്തിൻ്റെ പ്രകാശനങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനം. കാനായിലെ സ്ത്രീയുടെ മക്കളാണ് യേശു ശിഷ്യർ. യേശു ശിഷ്യരുടെ അമ്മയാണ് യേശുവിൻ്റെ അമ്മയായ കാനായിലെ സ്ത്രീ. രക്ഷാകര ചരിത്രത്തിലെ ഈ സ്ത്രീ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീത്വവും അമ്മയായി, ലോകത്തിൻ്റെ അമ്മയായി പരിലസിക്കുന്ന മാതൃത്വവുമാണ്. ഗലാത്യ 4-ാം അധ്യായം 4-ാം തിരുവചനം. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ദൈവപുത്രന് ജന്മമേകിയ സ്ത്രീ പരിശുദ്ധ കന്യക മറിയം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം. മനുഷ്യൻ തൻ്റെ സ്ത്രീക്ക്
ഹൗവ എന്ന് പേരിട്ടു. കാരണം അവൾ ജീവനുള്ളവയുടെ എല്ലാം അമ്മയാകുന്നു. ജീവൻ തന്നെയായ യേശു ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമായി മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ അമ്മ മറിയം രണ്ടാം ഹൗവയാണ്. വെളിപാട് 12-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. വെളിപാട് 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ ജീവനുള്ളവരുടെ എല്ലാം അമ്മയാണ്, സഹരക്ഷകയാണ്, ശിഷ്യരുടെ അമ്മയാണ്, സമ്പൂർണ്ണ സമർപ്പിതയാണ്, ആദ്യ ശിക്ഷയാണ്, ആദ്യത്തെ വചനപ്രഘോഷകയാണ്, ആദ്യ അത്ഭുതത്തിൻ്റെ മധ്യസ്ഥതയാണ്, രണ്ടാം ഹൗവയാണ്, സ്വർഗാരോപിതയാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, ദൈവവചന ഉപാസകയാണ്, സഹനത്തിൻ്റെ അമ്മയാണ്, യേശുവിൻ്റെ മൗക്തീകരണ സമയത്തെ അന്ത്യദാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം തിരുവചനം. എനിക്കും നിനക്കും എന്ത്? ഗ്രീക്കിൽ തീ എമോയ് കായ്സോയ്. വാട്ട് ടു മീ ആൻഡ് ടു യു, വാട്ട് ഈസ് ഇറ്റ്? ഇതെന്ത്? ഈ ഇടപെടലിൻ്റെ അർത്ഥം എന്ത്? രക്ഷാകര കർമ്മത്തിൽ, രക്ഷാകര ദൗത്യത്തിൽ രണ്ടുപേരുടെയും പങ്കിനെ ഇത് വ്യക്തമാക്കുന്നു. യേശുവിൻ്റെയും അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെയും. സ്ത്രീ അമ്മയായി ഉയർത്തപ്പെടുകയും മധ്യസ്ഥയായി അവരോധിക്കപ്പെടുന്നതുമായ സമയം ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. യോഹന്നാൻ 4:20. യേശുവിൻ്റെ മണിക്കൂർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൈറോസ് ദൈവത്തിൻ്റെ സമയം അഥവാ മഹുദ്ധീകരണ സമയത്തെ സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ മഹുദ്ധീകരിക്കപ്പെടാനുള്ള സമയം വന്നിരിക്കുന്നു. യോഹന്നാൻ 13-ാം അധ്യായം 1-ാം തിരുവചനം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയം അടുത്തു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം തിരുവചനം. പിതാവേ, സമയം വന്നിരിക്കുന്നു, പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തേണമേ. കാനായിൽ ആരംഭിക്കുന്ന രക്ഷാകര ദൗത്യ സമയം കാൽവറിയിൽ പൂർത്തിയാകുന്ന മഹുദ്ധീകരണ സമയമാണ്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ മഹത്വവൽക്കരിക്കപ്പെടുന്ന സമയം ഇടപെടലിൻ്റെ മധ്യസ്ഥതയുടെയും സമയമാണ്. ഇടപെടലിൻ്റെയും മധ്യസ്ഥതയുടെയും സമയമാണ്. അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവീൻ. യേശു ശിഷ്യർ യേശുവിൻ്റെ പരിചാരകരാണ്. പരിചാരകർ അനുസരണയുള്ളവരായിരിക്കണം. മറിയം പരിചാരകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് യേശു വചനത്തിലേക്കും വചനം മാംസം ധരിച്ച യേശുവിലേക്കുമാണ്. യേശുവിനുള്ള ദൃഢവിശ്വാസം യേശുവിനെ അനുസരിക്കുവാനുള്ള പ്രബോധനത്തിന് വഴിമാറുന്നു. യേശു അനുസരണം അത്ഭുതങ്ങളുടെ കലവറയാണ്. 6 കൽഭരണികൾ, 120 ഗാലൻ വെള്ളം ഉൾക്കൊള്ളുന്നവ. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഇതിലെ വെള്ളം മോശയുടെ നിയമത്തെ സൂചിപ്പിക്കുന്നു. 6 അപൂർണതയുടെ സംഖ്യയാണ്. അപൂർണതയെ പൂർണ്ണമാക്കുന്ന യേശുവിൻ്റെ രക്ഷണീയ കർമ്മം. കാനായിലെ ശുദ്ധീകരണ കർമ്മ കൽഭരണികൾ കാൽവറിയിലെ ദേവാലയ ശുദ്ധീകരണ പാനപാത്രമാണ്. കൈകാലുകൾ ശുദ്ധി ചെയ്ത് ദേവാലയ പ്രവേശനത്തിനുള്ള വെള്ളം അന്ത്യത്താഴ മേശയിലെ മേൽത്തരം വീഞ്ഞും ദേവാലയത്തെയും ദൈവജനത്തെയും ശുദ്ധീകരിക്കുന്ന ബലിപീഠത്തിലെ തിരുരക്തവുമാണ്.
6 കൽഭരണികളോടുകൂടി 7-ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. തിരുരക്തം വഹിക്കുന്ന കാസ, രക്ഷയുടെ പാനപാത്രം. രക്ഷാകര ചരിത്രത്തിലെ സ്ത്രീയുടെ മധ്യസ്ഥതയില്ലാതെ മൗക്തീകരണ സമയത്തെ ബലി പൂർത്തിയാകുന്നില്ല. കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുന്ന അഥവാ അനുസരിക്കുന്ന പരിചാരകർക്ക് മാത്രമേ, അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറിയ പരിവർത്തനം. കലവറക്കാരൻ രുചിച്ചു നോക്കി വിളിച്ചപേക്ഷിക്കുന്ന മണവാളൻ സത്യമണവാളനായ യേശുവാണ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. പരിചാരകർ മറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവകൽപ്പന അനുസരിച്ച് പരികർമ്മം ചെയ്ത മേൽത്തരം വീഞ്ഞ് യേശുവാകുന്ന സത്യമണവാളൻ്റെ ആശീർവാദമായിരുന്നു. കലവറക്കാരൻ ഇതുവരെയും സൂക്ഷിച്ചു വെച്ച, ഒരിക്കലും തീർന്നു പോകാത്ത, പരിശുദ്ധാത്മ ലഹരി പകരുന്ന നല്ല വീഞ്ഞ്, മേൽത്തരം വീഞ്ഞ് തൻ്റെ 2ാമത്തെ വരവ് വരെയുള്ള ഓർമ്മയ്ക്കായി യേശു ആശീർവദിച്ച രക്ഷാകര പാനപാത്രത്തിലെ തിരുരക്തത്തെ സൂചിപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ പേര് വെളിപ്പെടുത്താത്ത മണവാളൻ വധുവായ തിരുസഭയുടെ സത്യമണവാളനായ യേശുവാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ 10 കന്യകമാരുടെ ഉപമയിലെ സത്യമണവാളനായ യേശു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാം തിരുവചനം, യേശു മണവാട്ടിയുള്ള മണവാളൻ, ഞാനും നിങ്ങളും സഭയാകുന്ന മണവാട്ടിയുടെ സത്യമണവാളനായ യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് ആനന്ദിക്കുന്ന സ്നേഹിതർ. സുവിശേഷത്തിൽ ആനന്ദിക്കുവീൻ. സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രതീകമായ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന്. പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ യേശു വീഞ്ഞിന് സത്താഭേദം വരുത്തി തന്നെ ലോകത്തിന് തിരുശരീര രക്തങ്ങളായി നൽകുന്നതിൻ്റെ മുന്നാസ്വാദനം. കാനായിൽ മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്ന യേശു കാൽവറിയിലും മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്ത് ലോകത്തിൻ്റെ അമ്മയായി നൽകുന്ന രക്ഷണീയ കർമ്മം. രക്ഷാകര ചരിത്രത്തിലെ സ്ത്രീ രക്ഷകൻ്റെയും രക്ഷിക്കപ്പെടുന്നവരുടെയും അമ്മയാണ് എന്ന മഹുദ്ധീകരണ സമയത്തെ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ അത്ഭുതം. യേശു മഹത്വം ദർശിക്കുന്ന ശിഷ്യന്മാർ വിശ്വാസത്തിൽ വളർത്തപ്പെടുന്നു, ആഴപ്പെടുന്നു. ലോകത്തിൽ വർണ്ണപ്പകിട്ടാർന്ന പല കാഴ്ചകളുണ്ട്. ഇകഴ്ത്തലും പുകഴ്ചകളുമുണ്ട്. പണവും സ്ഥാനമാനങ്ങളും മേൽക്കോയ്മയുമുണ്ട്. അധികാരവും അധികാരവർഗത്തിൻ്റെ ആകർഷണീയതയുമുണ്ട്. ലോകമോഹങ്ങൾ ആത്മീയതയേക്കാൾ ആകർഷണീയതയുള്ളവയാണ്. ദൈവമഹത്വം നിത്യം ദർശിക്കുന്ന ശിഷ്യൻ വിശ്വാസത്തിൽ ആഴപ്പെടും, വളർച്ച പ്രാപിക്കും, സ്ഥിരോത്സാഹിയായിരിക്കും. യേശുവിൻ്റെ അമ്മയോടും സഹോദരരോടും ശിഷ്യന്മാരോടും കൂടെ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ അനുയാത്ര ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ